ഉറപ്പായിട്ട് ആദ്യം തന്നെ സ്ക്രീനിങ് സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരിയധികം സന്തോഷം. കാരണം നമ്മളെല്ലാവരും ആരാധിക്കുന്ന സ്പെഷ്യലി ഗേൾസ് കുറച്ച് അധികം ഫാൻസ് ഉണ്ട് സാറിന്. അത്രയും ഒരു റൊമാൻറ്റിക് ഡയറക്ടറാണ് ഗൗതം സാറ്. അപ്പം ഗൗതം സാറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സാറിന് ആദ്യമായിട്ട് കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. സാറിൻ്റെ കൂടെ ആയിരുന്നു നമ്മുടെ ആ ടീമിന് മോസ്റ്റ് ഓഫ് ദ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. സിനിമയിൽ നമ്മുടെ ആ ഒരു ടീമിനൊരു ബോണ്ട് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ദ ഫിലിം ഷൂട്ടിലും സെറ്റ്സിലും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൗതം സാറിനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, 3 പേർക്കും, സിദ്ധുവേട്ടനായാലും ഡിനിച്ചേട്ടനായാലും എനിക്കായാലും. പക്ഷേ സാർ അത് ഭയങ്കര ഈസിലി ഹാൻഡിൽ ചെയ്ത്, അത് സാറിന് അറിയാം കാരണം എത്രത്തോളം പേടി വരും നമ്മുടെ പോലത്തെ ആൾക്കാർ വരുന്ന സമയത്ത് എന്നുള്ള രീതിയിൽ സോ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫീലിംഗ് വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. ഐശ്വര്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് കേട്ടു. ആൻഡ് റിവ്യൂസ് ഒക്കെ എല്ലാം പോസിറ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് വളരെ സന്തോഷം, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി. ഹാപ്പി. ഒരു ചോദ്യം ചോദിക്കണം. അതായത് ഇപ്പം നോർമലി സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് എന്താ തിയേറ്ററിലൂടെ വന്ന് താരങ്ങളായ ആറാട്ടണ്ണൻ, പെരേര, അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. അപ്പം സിനിമാക്കാരെ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത്, മീഡിയാസ് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷ് വർക്കി ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീനിനകത്ത് അദ്ദേഹത്തിന് വരുന്നു, പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോൾ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ 2 പക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഡയറക്ടറുടെ കോളാണ്. അത് എനിക്ക് എന്തുകൊണ്ടെന്ന് എങ്ങനെയാണോ ഇവിടെ വന്നതെന്നുള്ളത്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പോൾ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല എന്നൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ല, പ്രൊഡ്യൂസർ അസോസിയേഷനും ബാക്കിയുള്ളവരും തന്നെ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ ഇൻ ദ സെൻസ് അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത്. ഈ ഒരാളുടെ എന്താ പറയുക, ഫേസ് വാല്യൂനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എത്രയോ പേര് ഇപ്പോൾ സിനിമയിലുണ്ട്. അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ, അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ മൊമെൻറ്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നു, ഇല്ല എത്രത്തോളം ഡൈവേർട്ടായിപ്പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്കൊന്ന് വെച്ച് ബെറ്റർ ചോയ്സ്. നല്ല രസമുണ്ട് ഇത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു.